ഒരു പാർട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റും ആളുകളുണ്ട്, സംസാരവും ചിരിയും ബഹളവും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് മാത്രം എന്തോ ഒരു ഒറ്റലില്ലായ്മ. ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഫീലിംഗിന് പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു ഗെറ്റ് ടുഗെദർ. എല്ലാവരും എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് മാത്രം അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നില്ല. ചുറ്റും ആളുകൾ ഉണ്ടായിട്ടും തനിച്ചാണെന്ന ഒരു തോന്നല് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോ സാധാരണയായി എന്താ സംഭവിക്കുക? മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം. ഇയാൾക്കെന്താ ഇത്ര ജാടാ, അല്ലെങ്കിൽ ആരോടും മിണ്ടാത്തൊരു ടൈപ്പ് എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷേ സൈക്കോളജി പറയുന്നത് അതല്ല. ഇതൊരു കുറവല്ല, നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ആഴം കുറച്ചുകൂടി കൂടുതലാണെന്നതിന്റെ ഒരു സൂചനയാണ്. നിങ്ങളുടെ ചിന്താരീതി കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. അപ്പൊ നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കാം, അല്ലേ? ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണമിതാണ്: ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന നിലവാരം വേണം. കാരണം നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും സംസാരിച്ചാൽ പോരാ, നിങ്ങൾക്ക് ശരിക്കും കണക്ട് ചെയ്യണം, ഒരാളുമായി ആഴത്തിലൊന്ന് ബന്ധപ്പെടാൻ കഴിയണം. വെറുതെയുള്ള ഉപരിപ്ലവമായ സംസാരങ്ങളൊന്നും നിങ്ങളെ അത്ര തൃപ്തിപ്പെടുത്തില്ല. ഉദാഹരണത്തിന്, മറ്റുള്ളവരെക്കുറിച്ച് വെറുതെ ഗോസിപ്പ് പറയുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചോ മറ്റോ പ്രത്യേകിച്ച് കഴമ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ എനർജി ശരിക്ക് ഊറ്റിക്കളയും, അല്ലേ? പക്ഷെ നേരെ മറിച്ച് പുതിയ ആശയങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എനർജി തോന്നും. അപ്പോൾ ഈ ഒരു വ്യത്യാസം തന്നെയാണ് ആൾക്കൂട്ടത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം. ഇനി രണ്ടാമത്തെ കാരണം, അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഴമേറിയ ലോകം തന്നെയാണ്. എന്താണിതെന്നല്ലേ? അതായത് നിങ്ങളുടെ ഭാവന, നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ചിലപ്പോൾ സാധാരണയിലും കുറച്ചുകൂടി സങ്കീർണവും ആഴമേറിയതുമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയൊരു ലോകമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ലോകമുള്ളതുകൊണ്ട് പുറത്തുള്ള സാധാരണ സംഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ. അതാണ് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് വരാം: സോഷ്യൽ എനർജി ഡ്രെയിൻ. അതായത് ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ ഊർജം പെട്ടെന്ന് തീർന്നു പോകുന്നത്. നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങളൊരു പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ബാറ്ററി ഫുൾ ചാർജിലാണ്, 100%. എല്ലാവരോടും ചിരിച്ചു സംസാരിക്കാനൊക്കെ റെഡിയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സംസാരങ്ങള്, ആളുകളുടെ നോട്ടം, ചിരി, ഇതൊക്കെ നിങ്ങളുടെ തലച്ചോറിനെ ഒരുപാട് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നു. അത് ശരിക്കും നല്ല എനർജി എടുക്കുന്നൊരു പണിയാണ്. പെട്ടെന്നായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ സോഷ്യൽ ബാറ്ററി 100-ൽ നിന്ന് നേരെ 15% വീണു. ഒരു തരം വല്ലാത്ത മാനസിക ക്ഷീണം തോന്നിത്തുടങ്ങും. ഇതിനെയാണ് സൈക്കോളജിയിൽ ഹൈ സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ചിലരുടെ നെർവസ് സിസ്റ്റം കുറച്ചുകൂടി സെൻസിറ്റീവായിരിക്കും. അതുകൊണ്ടുതന്നെ ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്ത് അവരുടെ തലച്ചോറിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ആ ക്ഷീണമാണ് നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാനസികമായി പിൻവലിക്കുന്നത്. ഇനി അവസാനത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളുടെ മനസ്സിന് ശരിക്കും ചിന്തിക്കാൻ കുറച്ച് സ്പേസ് ആവശ്യമുണ്ട്. ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജിയിൽ വന്ന ഒരു പഠനത്തിൽ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവരുമായി ഒരുപാട് ഇടപഴകുന്നത് അത്ര വലിയ സന്തോഷമൊന്നും കൊടുക്കുന്നില്ലത്രേ. കാരണം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നതൊരു ബോറടിയല്ല, അതൊരു ശൂന്യതയുമല്ല. മറിച്ച് നിങ്ങളുടെ തലച്ചോറിന് ഒന്ന് റീചാർജ് ചെയ്യാനും ഏറ്റവും ക്രിയേറ്റീവായി ചിന്തിക്കാനും പറ്റുന്ന ഒരു സമയമാണത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഈ ആഴത്തെ സ്വയം അംഗീകരിക്കുക, അതിനെ ബഹുമാനിക്കുക. അതുകൊണ്ട് ഇനി മുതൽ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തുവെച്ചോളൂ. ഒന്നാമതായി, ഈ ഒറ്റപ്പെടൽ ഒരു പ്രശ്നമായി കാണാതെ ആഴത്തിലുള്ളൊരു കണക്ഷന് വേണ്ടിയുള്ള നിങ്ങളുടെ ആവശ്യമായി കാണുക. രണ്ടാമത്, ഈ ചെറിയ സംഭാഷണങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതിന് എപ്പോഴും സോറി പറയേണ്ട ഒരു കാര്യവുമില്ല, അത് നിങ്ങളുടെ സ്വഭാവമാണ്. മൂന്നാമത്തേത്, ഒരുപാട് ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചു പേരുമായി നല്ല ബന്ധമുണ്ടാക്കുന്നതിന് മുൻഗണന കൊടുക്കുക. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഇത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഒരു കുറവല്ല, ഇത് നിങ്ങൾ ആരാണോ എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ ഈ ആഴം, ഈ ചിന്തകൾ, അതൊരു ശാപമല്ല, ഒരു സമ്മാനമാണ്. അപ്പോ ആ സമ്മാനത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇനി മുതൽ വിലമതിക്കാൻ പോകുന്നത്?
ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു.